വളരെ ശ്രദ്ധയോടെ പതുക്കെയാണ് ഇവർ അതിൻ്റെ മുകളിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ച് വാഹനങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗത്തുള്ള ഒക്കെ എടുത്തു മാറ്റാണ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റാണ്. ക്രാഷ് ബാരിയർ നമുക്ക് കാണാം കൊടുത്തിട്ടുള്ള കോൺക്രീറ്റ് വാള്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പാലം കൊടുത്തിട്ടില്ല, സ്ലാബൊന്നും കൊടുത്ത് കാണില്ല. ഇത്രയും ഭാഗത്ത് കൊടുന്ന് എൻ്റെ ഇരിക്കണേ. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടുത്തെ റോഡ് മിസ്സാവാൻ സാധ്യത. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിൻ്റെ മുന്നിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാം പാലത്തിൻ്റെ വർക്കുകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഫുള്ളായിട്ട് പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇറങ്ങിപ്പോവാം അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ കുറച്ച് വർക്ക് നടക്കുന്ന മറ്റൊരു പാലം കൂടെയാണ് ഈ അറപ്പുഴ പാലം. അറപ്പുഴ പാലത്തിൻ്റെ വൺ സൈഡ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഴയ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്, നമുക്ക് കാണാം. ഇവിടെ പുതുതായിട്ടൊരു പാലം കൂടെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വർക്ക് നമുക്ക് താഴെ പോയാൽ ഒന്ന് നോക്കാം, വ്യക്തമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ ഇവിടെ പൈലിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. പില്ലർ വർക്കിന് വേണ്ടിയുള്ള അതിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ ഇവിടെ റൗണ്ടാക്കിയുള്ള ഒരു പില്ലർ ബീമിനൊക്കെ ഉള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് പഴയ പാലം കാണാം. പഴയ പാലം കുറച്ച് വീതി കുറവാണ്. അതിൻ്റെ അടുത്തൂടെയാണ് ഇപ്പോൾ വേറൊരു പാലത്തിൻ്റെ വർക്ക് ഇവിടെ നടക്കണേ. ഞാനിത് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന ആ സമയത്തൊക്കെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ ഇനി പാലം വരുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ ഒരു 3 പാലമാണ് വരാൻ പോകുന്നത്. പഴയ പാലം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു പാലം കൂടെ ഉണ്ടേനോ പുതുതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പഴയ പാലം ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഈ പാലത്തിന് എത്ര വീതി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് അടുത്ത് വർക്ക് കംപ്ലീറ്റ് ആയാലേ നമുക്ക് അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെയുള്ള രീതിയിലുള്ളതാണ് പൈലിങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ഭാഗത്ത് കുറച്ച് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് വർക്കുകളൊക്കെ. അപ്പോൾ നമുക്ക് കാണാം പില്ലറിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ, പൈലിങ്ങൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇനി പില്ലർ വർക്ക് നടക്കാണ്ട് പാലം മുകളിൽ കയറ്റി വെക്കാൻ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്, ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികം നമുക്ക് വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു പാലം വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പാലമുണ്ട്. ഇത് പിന്നീടായിരിക്കും വർക്കൊക്കെ കംപ്ലീറ്റ് ആകുക. ഇനി ഇതിൻ്റെ കൂടെ സർവീസ് റോഡ് ഉണ്ടാകുന്ന അറിയില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വീതിയുള്ള പാലം കൂടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അടുത്തു നിന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ച. നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം, അപ്പുറത്ത് നല്ല വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ പുതിയ പാലത്തിൻ്റെ സൈഡ് ഭാഗം അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്, ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആ ഭാഗങ്ങളൊക്കെ അയച്ചു മാറ്റിയാണെന്ന് തോന്നുന്നത്. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഇരുമ്പിൻ്റെ കുറേ കമ്പികളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. ആ കമ്പിൻ്റെ ഭാഗത്തുള്ള ഒക്കെ എടുത്തു മാറ്റുകയാണ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റുകയാണ്. ക്രാഷ് ബാരിയർ നമുക്ക് കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്തേന് ക്രാഷ് ബാരിയർ ഉണ്ട്, ഇനിയും അതിൻ്റെ വർക്കൊക്കെ കഴിയാനുണ്ട്. ഇതാണ് പാലം. അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണുമ്പോൾ. ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന ഈ സൈഡ്. അപ്പോൾ ഇവിടെയാണ് ഇവർ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ബെൻഡാക്കുന്നതും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വർക്കേഴ്സ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ കാണാം നമുക്ക്. അപ്പോൾ പാലം വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുഴ കാണാം. നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടുന്ന് കാണുമ്പോൾ, നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പുതുതായിട്ട് വന്നിട്ടുള്ളത്. പാലത്തിൻ്റെ വർക്ക് നമുക്കിനി മാമ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് പുതുതായിട്ടുള്ള.
ഇതാണ് പുഴേൻ്റെ ഭാഗത്തേക്കുള്ള ഒരു സർവീസ് റോഡ്. ഇവിടെ കോൺക്രീറ്റ് വാൾ കാണാം. ഇതിൻ്റെ മുകളിൽ തന്നെ ക്രഷ് ബാരിയറിൻ്റെ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള കമ്പികളൊക്കെ മുകളിലേക്ക് പൊക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയാണ് വർക്കേഴ്സൊക്കെ കമ്പികളൊക്കെ ബെൻഡ് ചെയ്യുന്നത്, മറ്റുള്ള വർക്കുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഇനി ഇവിടെ ഇതിൻ്റെ ഭാഗത്ത് ജോയിൻറ്റിങ് ഉണ്ട് പാലത്തിൻ്റെ, നമുക്ക് അപ്പുറത്തുനിന്ന് പോയി നോക്കാം ബാക്കി. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കാണാം ഈ ഭാഗം വരെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ കുറേ വർക്കുകളുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഒരു മണ്ണിട്ട് ഈ ഭാഗം വരെയാണ് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നത്. ആ ഭാഗത്തൊരു കോൺക്രീറ്റിൻ്റെ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇനി ഇതും ആ പാലവും കൂടെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാണ്, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇവിടെ ഒരു ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു പാലം പോലുള്ള ഭാഗത്ത് ഉള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ മുൻഭാഗത്ത് കാണാം പാലത്തിൻ്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട്, അതിൻ്റെ വർക്കുണ്ട്. ബാക്കി പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാണാം. ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിൻ്റെ ഷീറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ട്, അതിനുള്ള വേണ്ടിയുള്ള വർക്കുകൾ. പിന്നെ ക്രഷ് ബാരിയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആ ഭാഗത്ത് സൈഡിൽ ഒരു നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഫുട് പാത്തും കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പഴയ പാലം രണ്ടും കൂടെ അടുത്തുകൂടെ തന്നെ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ടാറിങ്ങിൻ്റെ മുന്നോടിയായുള്ള സിമെൻറ്റ് മിക്സ് ഒക്കെ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള മുൻഭാഗത്ത് കുറേ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞാണ്. ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ഇന്ന് വിട്ട് കഴിഞ്ഞ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്തും ഇപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രഷ് ബാരിയർ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്ത് പഴയ റോഡാണ് ആ കാണുന്നത്, പഴയ റോഡിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട്, പുതിയ പാലം വരുന്നുണ്ട്. ഇതൊക്കെ പഴയ റോഡാണ്, നമ്മുടെ പഴയ റോഡിൻ്റെ ഭാഗം. അവിടം വരെയാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ആ മഞ്ഞ ബോർഡ് കാണുന്ന ആ ഭാഗം വരെയാണ് പുതിയതായിട്ട് ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് പഴയ റോഡ് പൊളിച്ച് അവിടുന്ന് ആ ഭാഗത്താണ് ഇത് വരാനുള്ളത്, പുതിയ പാലങ്ങളൊക്കെ വരാനുള്ളത്. ആ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള പുതിയൊരു മാറ്റങ്ങൾ. അപ്പം നമ്മൾ അവിടുന്ന് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ചെറിയൊരു ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഈ പാലത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ. പാലത്തിന് വീതി കുറവായതുകൊണ്ട്, പഴയ പാലം ആയതുകൊണ്ട് ഈ ഭാഗത്ത് പുതിയതായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വേഗത്തിൽ വന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ കൂട്ടായി വന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള വർക്കായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പന്തീരങ്കാവ് ഭാഗത്താണ്. പന്തീരങ്കാവ് ഭാഗത്തേക്ക് വരുമ്പോഴും നല്ല രീതിയിൽ വർക്ക് കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിലേക്ക് വരുമ്പോൾ കുറേ ഭാഗങ്ങളിൽ ഇങ്ങനെ വർക്ക് വിട്ടുപോയ ഭാഗങ്ങൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്, അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ഉണ്ട്. റോഡിൻ്റെ സൈഡിൽ മണ്ണൊക്കെ കൂടി കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ക്ലീൻ ചെയ്യാനുള്ള വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്, പക്ഷേ കുറേ വർക്കുകൾ ഇനിയും ഉണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മാമ്പുഴ പാലത്തിൻ്റെ അടുത്തേക്കാണ്. മാമ്പുഴ പാലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഈ മുൻഭാഗത്താണ് വരുന്ന ഭാഗത്താണ് മാമ്പുഴ പാലം. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. നമ്മൾ മാമ്പുഴ പാലത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതാണ് മാമ്പുഴ പാലം. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നല്ല വർക്കുകൾ, ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. ടോൾ പ്ലാസൻ്റെ വർക്കുകളുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഒരു സൈഡിൽ റോഡിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ കണ്ടെയ്നറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ ഇങ്ങനെ നിർത്താൻ ഇപ്പം നമുക്ക് പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ എവിടെയാണ് നിർത്തുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതിനുള്ള സംവിധാനങ്ങളൊന്നും എവിടെയും കൊടുത്തതായൊന്നും കണ്ടില്ല. അപ്പോൾ ഇതാണ് പുതുതായിട്ട് മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ മാമ്പുഴ ഭാഗത്ത് വന്നിട്ടുള്ള
ഇതാണ് പഴയ പാലം. പഴയ പാലത്തിലൂടെ പോകുന്ന കാണാം നമുക്ക് വാഹനങ്ങൾ. ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ ഡക്കാത്തിലോനൊക്കെ വരുന്ന ഈ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത്. അപ്പോൾ പാലം കടന്ന് വരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. 3 ലൈനിലുള്ള വാഹനങ്ങൾ ഒറ്റ ലൈനായിട്ട് ഇവിടെ എത്തുമ്പോൾ കടന്നു പോകുന്നതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വാളാണ് ഇനി വരാനുള്ളത്. അതിൻ്റെ തുടക്കമായിട്ടുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം കട്ട വെച്ചുള്ള വർക്കാണ് തുടങ്ങിയിരുന്നത്. അത് പിന്നീട് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെയുള്ള നല്ല സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള രീതിയിലേക്കുള്ള കോൺക്രീറ്റ് വാളാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, വെള്ളം നിൽക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ചതുപ്പായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിൽ ഇവിടെ നമുക്ക് കാണാം. കുറച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് കമ്പിയൊക്കെ ഇട്ട് കാണാം. അതേപോലെ കോൺക്രീറ്റ് ചെയ്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീതിയൊക്കെ ഉള്ള ഭാഗമായതുകൊണ്ട് തള്ളിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മാറ്റിയതിന് ശേഷം വീണ്ടും അവർ കോൺക്രീറ്റ് വാൾ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്താണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത്. കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ടോൾ പ്ലാസ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം ആ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ കോൺക്രീറ്റ് വാൾ കൊടുക്കുന്നത്, ഒരു ബ്ലോക്ക് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കണ്ട പോലുള്ള ഒരു രീതിയിലല്ല, ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് വാളല്ല. ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടുത്തം ബലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ കോൺക്രീറ്റ് വാൾ കൊടുക്കുന്നത്. ഇവിടെ വരുന്ന ടോൾ പ്ലാസ നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്ത് കണ്ട പോലുള്ള ഒരു ടോൾ പ്ലാസ അല്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ ഫില്ലർ തന്നെ കുറച്ച് ഹൈറ്റിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റ് വർക്കൊക്കെ ഒരു വേറെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഈ ഫില്ലറുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതാണിപ്പോൾ ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലുള്ള ഈ ഷേപ്പുകൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ടോൾ പ്ലാസൻ്റെ വർക്കുകൾ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ടോൾ പ്ലാസ. വളരെ ശ്രദ്ധയോടെ പതുക്കെയാണ് ഇവർ അതിൻ്റെ മുകളിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ച് വാഹനങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാം കുറേ വാഹനങ്ങളൊക്കെ. ഇവിടെയും വർക്കേഴ്സ് പലതരം വർക്കുകളും മെഷീനറീസൊക്കെ അവിടെ കാണാം. അപ്പോൾ ഏകദേശം ഇത് മുകളിൽ എത്തിയിട്ടുണ്ട്. ട്രെയിന് പൊക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഈ ഭാഗത്തേക്ക് പോകുന്ന ഈ വഴിയിൽ തന്നെ കാണാം നമുക്ക് മണ്ണിട്ട് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടോൾ പ്ലാസ വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ കാണാം നമുക്ക്. കുറച്ച് വീതിയായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടും കോൺക്രീറ്റൊക്കെ ചെയ്യൽ. ഇവിടെ കുറച്ച് താഴ്ന്നൊരു ഭാഗമാണ്. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് പൊക്കി ആണ് ഇവിടെ ചെയ്യുന്നത് വർക്ക്. നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങോട്ട് തള്ളിയിട്ട് എക്സ്ട്രാ ആയിട്ടാണ് ഇവിടെ ഈ റോഡ് വന്നിട്ടുള്ളത്. ഇവിടം വരെയാണ് പഴയ പാലം ഒരു കെട്ടിയിട്ടുള്ളത്, ഈ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമോയെന്ന് അറിയില്ല. ഈ ഭാഗം ഇവിടെ കാണാം നമുക്ക്. ഇവിടെ ഇങ്ങനെ
കുറച്ച് ഭാഗം ഇങ്ങനെ ഒരു കോർണർ ഷേപ്പിലാണ് കിടക്കുന്നത്. വീതി കുറച്ച് കൂട്ടിയോ അതിനി എന്താ അറിയില്ല, ഇങ്ങനെ ഇവിടെ കൂട്ടി കൊടുക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത്. അതിൻ്റെ മുൻഭാഗത്തൊക്കെയാണ് കോൺക്രീറ്റ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങോട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തും ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. ആ ഭാഗത്തേക്കൊന്ന് നോക്കാം. ഇതാണ് ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ. ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. കാണുമ്പോൾ ഇവിടെ ഈ വെയിറ്റിങ്ങിൻ്റെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളുടെ വെയിറ്റൊക്കെ ലോഡൊക്കെ ചെയ്യുമല്ലോ, ലോഡ് വെയിറ്റൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ മെഷീനറീസൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വളച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് വാള്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പാലം കൊടുത്തിട്ടില്ല, സ്ലാബൊന്നും കൊടുത്ത് കാണില്ല. ഇത്രയും ഭാഗത്ത് കൊടുന്ന് എൻഡ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടുത്തെ റോഡ് മിസ്സാവാൻ സാധ്യത ഉണ്ട്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. ഇവിടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് പോലെ കാണാം നമുക്ക്. ചെറിയ ഒരു സർവീസ് റോഡ് പോലെ ഒരു ഭാഗമുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ റെഡിമെയ്ഡ് ക്രഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് വരുന്ന ഈ അണ്ടർപാസ്. ഇവിടെ മണ്ണൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട്. മണ്ണ് ലെവൽ ചെയ്ത് ഏകദേശം ഈ ഭാഗത്തേക്ക് പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ഹൈറ്റിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഭാഗം ആണ് പാലത്തിൻ്റെ ലെവൽ വരിക. ബാക്കി കുറേ എക്സ്ട്രാ ആയിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ ഒരു ടോൾ പ്ലാസ ആയതുകൊണ്ട് കുറച്ച് വീതി കൂട്ടിയതായതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ എന്താ നോക്കാം. നമുക്ക് ഇനി തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇനി കൂടുതൽ വർക്കുകളൊന്നുമില്ല, ഫുള്ളായിട്ട് ഫിനിഷിംഗ് ആയ ഭാഗങ്ങളാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ടാറിങ് കഴിഞ്ഞാൽ സെൻറ്ററിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളൊക്കെ വരുന്ന ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാണാൻ നമുക്ക് വലിയ പാറകളൊക്കെ വർക്കിന് ആവശ്യമായിട്ട് ഉള്ള ഭാഗത്തൊക്കെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇനിയും സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് ഇനി കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. ഇവിടുന്ന് ഈ കാണുന്ന ഈ ഇടത്തേക്കുള്ള കട്ടിങ്ങാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന സർവീസ് റോഡ്. ഇങ്ങനെ എല്ലായിടത്തും എക്സിറ്റുകളൊക്കെ കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് മാൾ ഇവിടുന്ന് തന്നെ കാണാം. ഇവിടെ ഒരു വയഡക്റ്റാണ് വന്നിട്ടുള്ള ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടുന്ന് നല്ലൊരു ഹൈലൈറ്റ് മാളിനൊക്കെ കാണാൻ നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുമ്പോൾ. ഈ ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറുകളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി ഫിനിഷിങ് വർക്കുകൾ മാത്രമാണുള്ളത്. ഈ ഭാഗത്ത് റോട്ടിലൊക്കെ മണ്ണുകൾ വന്ന് കൂടിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടൊക്കെ ആയിരിക്കാം. കുറേ ഭാഗത്തൊക്കെ മണ്ണുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഇനി വരാനുള്ളത്. പിന്നെ കുറേ ഭാഗത്ത് ഇനി ബോർഡുകൾ വെച്ചിട്ടില്ല. കോഴിക്കോട് ഭാഗത്തൊന്നും എവിടെയും ബോർഡുകൾ വെച്ചിട്ടില്ല. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി. കോഴിക്കോട് ഭാഗത്തൊക്കെ വളരെ കുറച്ച് ഭാഗത്താണ് ബോർഡുകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങനത്തെ വർക്കുകളൊക്കെ വരാനുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് തൊണ്ടയാട് ഭാഗത്തേക്കാണ്. തൊണ്ടയാട് ഭാഗത്തേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ പിന്നെ എന്താണെന്നറിയില്ല, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഹൈവേയിലോ അണ്ടർപാസും ഓവർപാസും ഒന്നും കൊടുക്കാതെ തന്നെ ഇങ്ങനെ ഉള്ള കുറേ ജംഗ്ഷനുകൾ. ഇപ്പോൾ അതുപോലുള്ളൊരു ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് കുതിരവട്ടം ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷന്. ഇവിടെ ഇപ്പോൾ വണ്ടി ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് പോലും വന്നിട്ടുണ്ട്. അത്രക്കും ഫാസ്റ്റായിട്ട് പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ക്രോസായിട്ട് നമ്മുടെ വാഹനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ തുറന്ന് വെച്ച് കാണാം. പിന്നെ ഇവിടെ കുറേ ബോർഡുകളൊക്കെ ചില ഭാഗത്ത് കാണുന്നുണ്ട്. ഒരു സൈൻ ബോർഡ് ഉണ്ട്. ഇവിടെ ഇടത് ഭാഗത്തേക്ക് യു ടേൺ എടുക്കാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ ഒരു ബോർഡ് കണ്ടു. അവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാറുണ്ട്, ഇതാ കാണുന്ന ഈ ബോർഡാണ്
ഇവിടെ ഒരു യു ടേണിൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. ഇതാണ് അവിടെ ആ കാറ് അങ്ങോട്ടാണ് പോയത്. അങ്ങനെ യു ടേൺ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ യു ടേൺ എടുക്കുന്ന അങ്ങനത്തെ രീതിയാണ് നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അപകടങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു കാഴ്ച തന്നെയാണ്. ഈ സൈഡിൽ കട്ട വെച്ചുള്ളൊരു വാള് ഒരു പ്രത്യേക ഭംഗിയായി തോന്നുന്നുണ്ട്, നല്ലൊരു വൃത്തിയിൽ കാണാം നമുക്ക്. ഈ ഭാഗത്തൊക്കെ ഇനി ഫിനിഷിങ് വർക്കുകളാണ് നടക്കാനുള്ളത്. താഴെ കാണാൻ നമുക്ക് ഈ മണ്ണ് കൂടി കിടക്കുന്നതാണ് കൂടുതൽ ഭാഗങ്ങളും ഇപ്പോൾ ഹൈവേയിൽ കാണുന്നത്. അതൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റാവുന്ന ഒരു വർക്ക് തന്നെയാണ്. നല്ല രീതിയിൽ ഈ ഭാഗത്ത് ഈ തൊണ്ടയാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ എന്നാലും ബാക്കിയുണ്ട്. നല്ല വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് കയറിയിട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വഴിയുണ്ട്, അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ആ ഭാഗത്തൂടെ പോയിട്ട് നമുക്ക് ഇവിടെ വരുന്ന തൊണ്ടയാട് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തൂടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലൈൻ മാർക്കിംഗ് ചെയ്തിട്ടില്ല, ലൈൻ മാർക്കിംഗ് ആണ് ഈ ഭാഗത്തേക്ക് ഇനി വരാനുള്ളത്. അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ, ചെറിയ സൈൻ ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കാം, നമുക്ക് ഇടത് ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലേക്ക് മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കട്ടിങ് സർവീസ് റോഡ്. ഇവിടെ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തുകൂടെ നമുക്ക് യു ടേൺ എടുത്താൽ നമ്മളെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോവാം. ഇടത് ഭാഗത്തേക്ക് പോവുകയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, വലത് ഭാഗത്തേക്ക് പോവുകയാണ് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക്. നേരെ പോകണമെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ജംഗ്ഷനും കൂടെയാണ് തൊണ്ടയാട് ജംഗ്ഷന്. അപ്പോൾ ഇവിടെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.